അപ്രതീക്ഷിതമായി സിജോ ഇന്ന് ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിച്ചിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ശ്രീതുവാണ്. വേറെ ഒന്നുമല്ല, ഇനി ഏത് കോംബോ പിടിക്കും. കാരണം അർജുനുമായിട്ടൊരു കോംബോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റസ്മിനോ അതോ വേറെ ആരോ പറഞ്ഞിട്ട് നിങ്ങളുടെ കോംബോ പുറത്ത് വലിയ രീതിയിൽ ഹിറ്റാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ചില കാട്ടിക്കോടുകൾ ശ്രീതുവിൻ്റെയും അർജുവിൻ്റെയും ഭാഗത്തുനിന്ന് വലുതായിട്ടുണ്ട്. ഒരു തവണയെങ്കിലും പ്രേമിച്ചവർക്കറിയാം ഇതൊന്നും റിയൽ അല്ല എന്ന്. കാരണം നമ്മളും മനുഷ്യന്മാരാണല്ലോ. ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ തന്നെയാണ്. പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായി സിജോ കയറി വന്നു. കാരണം സീസണിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അർജുനും ശ്രീതുവും അതുപോലെ തന്നെ സിജോയും, ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരു കോംബോ പിടിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ശ്രീതു വിചാരിച്ചത് എന്താ വെച്ചാൽ, ഇതൊക്കെ എൻ്റെ തോന്നലുകളാണ്. അർജുൻ ശ്രീതു, അതുപോലെ തന്നെ അർജുൻ അല്ല ശ്രീതു സിജോ, ഇവരിൽ ആരെങ്കിലും ഒരു കോംബോ ആകും. കാരണം ശ്രീതു കരുതിയത് ആരാണോ സ്ട്രോങ് അവരുമായിട്ടൊരു കോംബോ ഉണ്ടാക്കാമെന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് സിജോയുടെ പുറത്തുപോകൽ. അപ്പോൾ പിന്നെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇരിക്കുന്ന ശ്രീതുവിനെ നമ്മൾ കണ്ടു. പിന്നെ നേരെ ശ്രീതു പോയി പിടിച്ചത് അർജുവുമായിട്ടൊരു കോംബോ ആണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്ന് റെസ്മിനെറ്റാണെന്ന് തോന്നുന്നു ആരോ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം കഴിഞ്ഞ 1-2 ആഴ്ച ഒരു കാട്ടിക്കൂട്ടൽ കുറച്ച് ഓവറായി വന്നിരുന്നു. അത് എന്താ വെച്ചാൽ റസ്മിൻ വീടിനുള്ളിലേക്ക് കയറിയതിന് ശേഷം വീണ്ടും സിജോ തിരിച്ചു വന്നിരിക്കുന്നു. സിജോയ്ക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു പ്രേക്ഷകൻ്റെ റിവ്യൂ പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഉള്ളവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സിജോയുടെ ഇന്നത്തെ സംസാരത്തിൽ നിന്ന് കോൺഫിഡൻസ് കണ്ടപ്പോഴും അവർക്ക് മനസ്സിലായി കാണും. ഇനി ശ്രീത് ചിന്തിക്കുന്നത് ഇതിലിപ്പോൾ ആരായിട്ട് കോംബോ ഉണ്ടാക്കുമെന്നാണ്. അർജുനായിട്ട് ഉണ്ടാക്കണോ അതോ ഇനി സിജോ ആയിട്ട് ഉണ്ടാക്കണോ എന്നാൽ ഒരു കൺഫ്യൂഷനിലാണ് സിജോ. അതിന്ന് ജാസ്മിൻ നമ്മുടെ അഭിഷേക് കെനോട് പറയുന്നുണ്ട്. ഇതിലിപ്പോൾ സിജോ തിരിച്ചു വന്നപ്പോൾ കൺഫ്യൂസ്ഡ് ആയത് അർജുനും ശ്രീതുവുമാണ് എന്നും. സത്യമാണത്. അത് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാകും.